ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ റോസ്, പിന്നെ ഫ്ലവർ ഇല്ലാത്ത റോസ്. ഇപ്പം ഇതേപോലെ നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഫ്ലവർ എല്ലാം പോകും. അപ്പം ഇതിന് നമുക്ക് ഫ്ലവർ ആക്കാനുള്ള ഒരു വിദ്യയായി ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ മണ്ണ് ഇതിൽ ഊരിയെടുക്കുക. ആദ്യം ചെയ്യേണ്ടത് ഇത് ഊരിയെടുക്കുക. ഊരിയെടുത്തിട്ട് ഇതിൻ്റെ മാക്സിമം ഈ മണ്ണ് തട്ടിക്കളയുക. ഇത് വേസ്റ്റ് മണ്ണ്. ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നല്ല വൃത്തിയായിട്ട് വളരത്തില്ല. മാക്സിമം തട്ടിക്കളയുക. കുറച്ചങ്ങ് കളയണേ, അല്ലെങ്കിൽ ഇത് ക്ലിയർ ആക്കില്ല. എന്നിട്ട് ഇച്ചിരി നല്ല മണ്ണ് എടുക്കുക. പുതിയ മണ്ണ്, നല്ലതെന്ന് പറഞ്ഞാൽ പുതിയ മണ്ണ് എടുത്താണ്. പുതിയ മണ്ണ് എടുത്തിട്ട് ഒരു സ്വല്പം DAP എന്ന് പറഞ്ഞാൽ ഒരു ഇത്രയൊക്കെ മതി കേട്ടോ. ഒരു സ്വല്പം മതി. ഈ DAP ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വെക്കുക. വെച്ച് ഇതേപോലെ മണ്ണിടുക. മണ്ണിട്ട് കഴിയുമ്പോൾ ഇതൊരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഇത് നല്ല രീതിയിൽ ഫ്ലവറാവും. നല്ല രീതിയിൽ ഫ്ലവറാവും. ഇതിൻ്റെ ഈ ശകരം ഒക്കെ കുറച്ച് വെട്ടിക്കളഞ്ഞേക്കണേ. എന്നിട്ട് ഇത്രയൊക്കെ മതി. ഇത് 2-3 ആഴ്ച കഴിയുമ്പോൾ ഫ്ലവറാവും. മതി. അപ്പോൾ ഇത് ഞാൻ 3 ആഴ്ച മുമ്പ് ഇതേപോലെ റിപ്പോർട്ട് ചെയ്ത ഈ ബട്ടൺ റോസായത് ഇത് റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ഇത് കണ്ട, ഇത് നിറയെ ഫ്ലവറായി. ഇതിനെക്കാട്ടി കൂടുതലുണ്ടായി, കുറച്ചൊക്കെ പോയി. ഇത് നല്ല ഫ്ലവറായി. അതേപോലെ അത് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ നല്ല രീതിയിൽ ഫ്ലവറാവും. മുട്ടും കാര്യങ്ങളും എല്ലാം ആയി. അപ്പം നിങ്ങൾക്ക് പരമാവധി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.